പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളിലും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കിഫ്ബി എന്നത്. ഇപ്പോൾ അത് വീണ്ടും വ്യാപകമായി ചർച്ചയായും വിവാദമായും ഒക്കെ നിറയുകയാണ്. CAG അതിന്റെ റിപ്പോർട്ടിൽ കിഫ്ബിയെ കുറിച്ച് പരാമർശിച്ചതാണ് ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവാൻ കാരണം. കിഫ്ബി മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് CAGയുടെ പരാമർശം. എന്നാൽ അത് ഭരണഘടനാ വിരുദ്ധമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ധനകാര്യമന്ത്രി തോമസ് ഐസക്. മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തെ തകർക്കാനും അട്ടിമറിക്കാനുമുള്ള കേന്ദ്ര തലത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് CAGയുടെ ഈ പരാമർശം എന്ന ഗുരുതരമായ ആരോപണവും തോമസ് ഐസക് ഉന്നയിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാരോ CAGയോ മറ്റോ ഇടപെടുന്നത് കേരളത്തിന്റെ വികസനത്തെ എങ്ങനെയാണ് ബാധിക്കുക? എന്താണ് കേരളത്തിന്റെ വികസനത്തിൽ കിഫ്ബിക്കുള്ള പങ്ക്? ആത്യന്തികമായി എന്താണ് കിഫ്ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനകാര്യ വകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ചുരുക്കപ്പേരിൽ കിഫ്ബി എന്നാണ് ഈ ബോർഡ് അറിയപ്പെടുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം 1999 ആക്ട് 4/2000 അനുസരിച്ചാണ് കിഫ്ബി സ്ഥാപിതമായത്. 1999 നവംബർ 11-നാണ് കിഫ്ബി രൂപീകരിച്ചത്. വളരെ കൃത്യവും സുശക്തവുമായി നിർവചിക്കപ്പെട്ട ഘടനയുള്ള സ്ഥാപനമാണ് കിഫ്ബി. കേരള മുഖ്യമന്ത്രിയായിരിക്കും ബോർഡിന്റെ ചെയർമാൻ. ധനകാര്യമന്ത്രി വൈസ് ചെയർമാനും കിഫ്ബി CEO ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയുമായിരിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി ബോർഡ് അംഗമാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ, നിയമ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ധനവിഭവ സെക്രട്ടറി എന്നിവരും കിഫ്ബി കോർപ്പറേറ്റ് ബോർഡിൽ അംഗങ്ങളാണ്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള 7 സ്വതന്ത്ര അംഗങ്ങളും ഉണ്ടായിരിക്കും. കോർപ്പറേറ്റ് ബോർഡ് കൂടാതെ കിഫ്ബിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുമുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ്. കമ്മിറ്റി മെമ്പർമാരായി സംസ്ഥാന ചീഫ് സെക്രട്ടറി, നിയമ സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, ധനവിഭവ സെക്രട്ടറി എന്നിവരുണ്ടാകും. ഇവരെ കൂടാതെ കിഫ്ബി CEOയും സർക്കാർ നിയമിക്കുന്ന 3 സ്വതന്ത്ര അംഗങ്ങളും അടങ്ങിയതാണ് കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാമാണ് നിലവിൽ കിഫ്ബിയുടെ CEO. ധനവിഭവ സെക്രട്ടറിയായ സഞ്ജീവ് കൗശിക്കാണ് കിഫ്ബിയുടെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ. കേരളത്തിന്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലേക്കാണ് കിഫ്ബി പ്രധാനമായും പണം ചെലവഴിക്കുന്നത്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ AIF, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് അഥവാ INVIT, ഇൻഫ്രാസ്ട്രക്ചർ ഡെപ്റ്റ് ഫണ്ട് അഥവാ IDF എന്നിവയിലൂടെയാണ് കിഫ്ബിയുടെ ദീർഘകാല സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 1999 രൂപീകരിച്ചുവെങ്കിലും 2016 മുതലാണ് കിഫ്ബി എന്ന പേര് കേരളത്തിലെ വികസന ചർച്ചകളിൽ സജീവമായി ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത്. അതിനും ഒരു കാരണമുണ്ട്. രൂപീകരണ കാലം മുതൽ ഏറെക്കുറെ നിർജ്ജീവമായിരുന്ന കിഫ്ബിയെ സുഗമമായ പ്രവർത്തനത്തിനായി പ്രത്യേക ഉദ്ദേശ കമ്പനി അഥവാ SPV ആയി പിണറായി വിജയൻ സർക്കാർ പുനഃസംഘടിപ്പിച്ചു. 2016-17 ബജറ്റ് പ്രസംഗത്തിൽ 2ാം മാന്ദ്യവിരുദ്ധ പാക്കേജിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ധനമന്ത്രി TM തോമസ് ഐസക്കാണ് കിഫ്ബിയെ കുറിച്ച് പരാമർശിച്ചത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനങ്ങളാണ് അന്ന് തോമസ് ഐസക് നടത്തിയത്. കിഫ്ബി ആക്ടിന്റെ ചട്ടങ്ങൾ പരിഷ്കരിക്കും. ഇതുവഴി സെബിയും RBIയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കിഫ്ബിയെ സജ്ജമാക്കും. നിക്ഷേപകർക്കുള്ള പണത്തിന്റെ മടക്കിക്കൊടുക്കലിനും കടം എടുത്ത തുകയുടെ വീണ്ടെടുപ്പിനുമായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ തുകയും ഓഗസ്റ്റ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസത്തിന് മുൻപ് മടക്കിക്കൊടുക്കും. മോട്ടോർ വാഹന നികുതി തുടക്കത്തിൽ 10%, പിന്നീട് ഉയർത്തി 50% കിഫ്ബിക്ക് നൽകും. പെട്രോൾ സെസ്സും കിഫ്ബിക്കായിരിക്കും. സമാഹരിക്കുന്ന നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകും. കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ഖജനാവിൽ നിക്ഷേപിക്കുകയോ വകുപ്പുകൾ വഴി ചെലവാക്കുകയോ ചെയ്യില്ല. കിഫ്ബിയെ നന്നായി ചിട്ടപ്പെടുത്തുന്നതിനും പ്രൊഫഷണൽ സമീപനത്തിലൂടെ സംസ്ഥാനത്തിന്റെ സമഗ്രമായ അഭിവൃദ്ധി ഉറപ്പുവരുത്തുന്നതിനും ഈ സമീപനം സഹായകരമായി. ഏത് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും വികസന രംഗത്ത് കേരളത്തിന് ആശ്രയിക്കാവുന്ന അത്താണിയായും കിഫ്ബി മാറി. ഗതാഗതം, ജലശുദ്ധീകരണം, ഊർജം തുടങ്ങിയ മേഖലകളിൽ സാമൂഹികവും വാണിജ്യപരവുമായ അടിസ്ഥാന സൗകര്യ വികസനമാണ് കിഫ്ബിയുടെ സ്ഥാപിത ലക്ഷ്യം. സർക്കാരിന്റെ വിവിധ സംവിധാനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് കിഫ്ബി സഹായകരമായി പ്രവർത്തിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ പ്രൊജക്ടുകളെക്കുറിച്ച് വിശദമായി പഠനവിധേയമാക്കിയ ശേഷം അതിന് അനുമതി നൽകുന്നതും അവയ്ക്ക് ആവശ്യമുള്ള തുക വകയിരുത്തുന്നതും കിഫ്ബിയാണ്. അതായത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന നൂതന പ്രൊഫഷണൽ സമീപനമുള്ള നോഡൽ ഏജൻസി കൂടിയാണ് കിഫ്ബി. PPP മാതൃകയിൽ കേരളത്തിൽ നടക്കുന്ന പദ്ധതികൾക്കും കിഫ്ബി തന്നെയാണ് നോഡൽ ഏജൻസി. കിഫ്ബിയുടെ ആദ്യ യോഗം ചേർന്നത് 2016 നവംബർ 7-നാണ്. 48 പദ്ധതികൾക്ക് യോഗം അന്ന് അനുമതി നൽകി.
ആദ്യഘട്ടത്തിൽ വനം, IT, ജലവിഭവം, വ്യവസായം തുടങ്ങിയ മേഖലകളിലായി 4004.86 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾക്കാണ് അനുമതി നൽകിയത്. രണ്ടാം ഘട്ടത്തിൽ 4000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയുടെ ആലോചനയിലുള്ളത്. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയുടെ പൂർണ്ണ പിന്തുണയുള്ള സ്വകാര്യ പ്ലേസ്മെന്റ് മുഖേന 3 റിഡീം ചെയ്യാവുന്നതും പരിവർത്തനം ചെയ്യാത്തതുമായ നോൺ സ്റ്റാറ്റ്യൂട്ടറി ലെൻഡിംഗ് റേറ്റ് അഥവാ നോൺ SLR ബോണ്ടുകളിലൂടെ 1023.71 കോടി രൂപയാണ് കിഫ്ബി ഇതുവരെ സമാഹരിച്ചത്. ഈ തുക KIF നിയമപ്രകാരം സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായി ഈ തുക സർക്കാരിന് കിഫ്ബിയിലൂടെ വിനിയോഗിക്കാനാവും. മസാല ബോണ്ടുകൾ വഴി കിഫ്ബി 2150 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. 2016-17 ബജറ്റിൽ പ്രഖ്യാപിച്ച മോട്ടോർ വാഹന നികുതിയുടെ വിഹിതം, പെട്രോളിയം സെസ് എന്നിവയ്ക്ക് പുറമെ മസാല ബോണ്ട്, പ്രവാസി ചിട്ടി ബോണ്ട്, ടേം ലോൺ, നബാർഡ് ലോൺ, നോർക്ക ലോൺ തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് കിഫ്ബി ധനസമാഹരണം നടത്തുന്നത്. രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്ന രീതിയാണ് മസാല ബോണ്ട്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾക്കായാണ് മുഖ്യമായും മസാല ബോണ്ടുകൾ വഴി കടമെടുക്കുന്നത്. കിഫ്ബി ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും നിക്ഷേപക താൽപ്പര്യം സംരക്ഷിക്കുന്നതിനുമായി രൂപീകരിച്ച സംവിധാനമാണ് ഫണ്ട് ട്രസ്റ്റി ആൻഡ് അഡ്വൈസറി കമ്മീഷൻ അഥവാ FTAC. മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായിയാണ് കമ്മീഷന്റെ അധ്യക്ഷൻ. RBI മുൻ ഡെപ്യൂട്ടി ഗവർണർ ഉഷ തൊറാട്ട്, നബാർഡ് മുൻ ചെയർമാൻ പ്രകാശ് പക്ഷി എന്നിവരെ ട്രസ്റ്റ് അംഗങ്ങളുമായി നിയമിച്ചിട്ടുണ്ട്. 2 വർഷമാണ് ട്രസ്റ്റിന്റെ കാലാവധി. പ്രത്യേക പദ്ധതികൾക്കായി റിസർവ് ബാങ്കിന്റെയും സെബിയുടെയും അംഗീകാരമുള്ള ധനസമാഹരണ മാർഗങ്ങൾ നിശ്ചയിക്കാൻ കിഫ്ബിക്കു കീഴിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മാനേജ്മെന്റ് കോർപ്പറേഷനും രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അഴിമതി, സ്വഭാവദൂഷ്യം എന്നിവയിൽ ശിക്ഷിക്കപ്പെട്ടാലല്ലാതെ ബോർഡിനോ സർക്കാരിനോ ഇവരെ നീക്കം ചെയ്യാനാവില്ല. കിഫ്ബിയുടെ ഫണ്ട് ശരിയായി വിനിയോഗിക്കുന്നത് ഉറപ്പാക്കാനും നിക്ഷേപക താൽപ്പര്യം സംരക്ഷിക്കാനുമുള്ള സ്വതന്ത്ര ഫണ്ട് ട്രസ്റ്റി അഡ്വൈസറി കമ്മീഷനാണിത്. ഇന്ത്യൻ സംസ്കാരവും രുചിവൈവിധ്യങ്ങളും രാജ്യാന്തര വിപണിയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രൂപയിലെ ബോണ്ടുകൾക്ക് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ മസാല ബോണ്ട് എന്ന് പേര് നൽകിയത്. രൂപയിൽ ബോണ്ടിറക്കുന്നതിനാൽ പണം സ്വീകരിക്കുന്നവരെ വിനിമയ നിരക്കിലെ വ്യത്യാസം ബാധിക്കില്ല. മൂല്യം ഇടിയുന്ന സ്ഥിതിയുണ്ടായാൽ അതിന്റെ നഷ്ടം നിക്ഷേപകരാണ് സഹിക്കേണ്ടത്. ഇത്തരം മസാല ബോണ്ടുകൾ വഴി പണം സ്വീകരിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്നും സംസ്ഥാനത്തിന് അത്തരത്തിൽ വിദേശത്തു നിന്ന് നിക്ഷേപം സ്വീകരിക്കാനാവില്ലെന്നുമുള്ള CAGയുടെ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു ഭരണഘടനാ വിരുദ്ധതയുമില്ലെന്നും സംസ്ഥാന സർക്കാരല്ല കടമെടുത്തിരിക്കുന്നതെന്നും കിഫ്ബി പൂർണ്ണമായും ഒരു കോർപ്പറേറ്റ് ബോഡിയാണെന്നും ധനകാര്യമന്ത്രി തോമസ് ഐസക് വിശദീകരിക്കുന്നു. കേരളത്തിനെതിരെ കേന്ദ്രതലത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി CAG റിപ്പോർട്ടിൽ എഴുതി ചേർത്തതാണ് ഈ ഭാഗം എന്ന ശക്തമായ ആരോപണവും തോമസ് ഐസക് ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സാമ്പത്തിക മാന്ദ്യത്തിലും പ്രതിസന്ധിയിലും പെട്ട് രാജ്യം തന്നെ നട്ടം തിരിയുകയും പിരിച്ചെടുത്ത നികുതിയുടെ വിഹിതം പോലും നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തപ്പോൾ വികസന പദ്ധതികളൊന്നും മുടങ്ങാതെ കൊച്ചു കേരളം തല ഉയർത്തിപ്പിടിച്ചു നിന്നത് കിഫ്ബിയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബിയെ തകർക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണെന്ന ആരോപണം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ.